ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്നല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് സിംഹത്തിന്റെ മടയിലേക്കാണ്. അത്രയില്ല, പേടിച്ചില്ല. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് സഫാരി പാർക്കിന്റെ ഫ്രണ്ടിലാണ്. വെറൈറ്റി ഓഫ് അനിമൽസ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ല, 2500 അനിമൽസ് ഉണ്ടാകത്ത് നമുക്ക് വേണ്ടി. അതെ, നമ്മളെ കാണാനും കടിച്ച് കീറാനും. ഒരു സിംഹത്തിന്റെ തോളിൽ ഞാൻ കൈയിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. അതെ, ലാസ്റ്റ് അരിഞ്ഞാൻ എന്ന് വേണമെങ്കിൽ കണ്ടോട്ടെ. ഓക്കെ, സോ ബാക്കി വിശേഷം നമ്മൾ അകത്ത് പോയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തെ വിഷ്വൽസ് കാണാം. അപ്പം ബൈ. നിങ്ങൾ പറഞ്ഞ സിംഹത്തിന്റെ മട, ദുബായ് സഫാരി പാർക്ക്. നമ്മളപ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്, നല്ല തിരക്കുണ്ട്. ഫേസ് മാസ്ക് അതുപോലെ മാൻഡേറ്ററി ആണ്. 3000 ദിർഹംസാണ് ഫൈൻ. നമുക്കപ്പോൾ അകത്ത് കാഴ്ച കാണാം. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഒരു 4 വില്ലേജ് ആയിട്ടാണ് ഇതിനെ സ്പെസിഫൈ ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, അതുപോലെ ഏഷ്യൻ വില്ലേജ് ഉണ്ട്, അതുപോലെ സഫാരി വില്ലേജും. ഈ 4 വില്ലേജാണ് ഇതിനകത്ത് മൊത്തത്തിൽ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ വില്ലേജിലേക്കാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് വൈറ്റ് ലയൺ അല്ലേ? വൈറ്റ് ലയൺ ആൻഡ് വൈറ്റ് ഡോഗ് എന്നാണ് കേട്ടിട്ടുള്ളത്. ശകത്ത് പോയാൽ അറിയാവോ കറക്റ്റ് എന്താണ് എന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്, ബാക്കി വിഷ്വൽസ് കാണാം. ഓക്കെ. ആഫ്രിക്കൻ വില്ലേജിലേക്കാണ് പോകുന്നത്. ഇവിടെ ആഫ്രിക്കയുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ട്രൈബൽ ഡാൻസ്. നമുക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ 2 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമുക്ക് മൊത്തത്തിൽ നടന്ന് കാണാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ടിങ് എൻട്രൻസ് മുതൽ ഇത് മൊത്തം നമുക്ക് നടന്ന് കാണാൻ പറ്റും. അത് കുറച്ചധികം ദൂരമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓരോരുത്തും സ്റ്റേഷനായിട്ട് പോലെ ഉണ്ട്, ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കിട്ടും. അതിൽ കയറിയിട്ട് അവർ തന്നെ അത് മൊത്തം ചുറ്റി കാണിക്കും. നമുക്ക് 2 ഓപ്ഷൻ എടുക്കാം. നമ്മൾ പക്ഷേ ഇപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് നടക്കാനാണ്. കാരണം കുറച്ച് നടന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ നമുക്ക് അടുത്ത ട്രെയിനിൽ പോവാം. ഓക്കെ, ഞാൻ ക്ഷീണിച്ചു. സോ വി ആർ എൻറ്ററിങ് ടു ആഫ്രിക്കൻ വില്ലേജ്. കണ്ടത് ആഫ്രിക്കയിലെ പക്ഷികളെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വൈറ്റ് ലയൺ, ആഫ്രിക്കൻ എലിഫന്റ് ആൻഡ് സ്പോട്ടഡ് ഹീന. റിയലി ഹൊറർ. പോയാലോ നമ്മുടെ കൂട്ടുകാരെ കാണാൻ? നമ്മൾ മെയിനായിട്ട് വന്നത് തന്നെ വൈറ്റ് ലയനെ കാണാനാണ്. സോ അപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ആഫ്രിക്കൻ എലിഫന്റ്. കുറച്ച് ദൂരോട്ടാണ് നിൽക്കുന്നത്. റിവേഴ്സിൽ നടക്കുന്ന ആന. ഓ, ആന മയിലിനെ ഓട്ടിക്കുന്ന സീനാണ്. സോ വി സ്പോട്ടഡ് ദ ഹൈന. സാധനം കണ്ടു കിട്ടി. കുറേ നേരം നോക്കി ഇറങ്ങി.
അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന വൈറ്റ് ലയൺ. യെസ്, നോക്കി നോക്ക് നോക്ക് നോക്ക്. സോ നിങ്ങൾ കാണുന്നതാണ് ആഫ്രിക്കൻ വൈറ്റ് ലയൺ എന്നറിയപ്പെടുന്ന വെള്ള സിംഹം. ഞാൻ ഡബ് ചെയ്തോളാം. നല്ല ദൂരെയാണ്, അതാണ് സൂം ചെയ്തിട്ട് ഇത്ര ക്ലാരിറ്റി കുറവ്. സ്ലോ മോഷനിൽ നടക്കുന്ന ആഫ്രിക്കൻ വൈറ്റ് ലയൺ. സോ നമുക്കിനി ആഫ്രിക്കൻ ട്രൈബൽ ഡാൻസ് കാണാം. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ ഡാൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. സോ എങ്ങനെയുണ്ട് നമ്മുടെ ആഫ്രിക്കൻ ട്രൈബൽ ഡാൻസ്? ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ നമ്മൾ അങ്ങനെ നടന്ന് മൂവി വരികയായിരുന്നു. ഇതില് സത്യം പറഞ്ഞാൽ അവർ ഡാൻസ് അല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നോക്കുന്ന അരിഞ്ഞൻ ഡാൻസ് ആയിരുന്നു. ഞാനവിടെ ഫാനായി. അരിഞ്ഞയുടെ ഒരേ ഡാൻസ്, കൈയൊക്കെ കിടന്ന് ഒരേ പറയല് എന്താണ്. സോ അടുത്ത് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഗൊറില്ല ഹൗസിലേക്കാണ്. നല്ല ക്യൂ ആണ്, ഒരു രക്ഷയില്ല. ഈ മോനെ ഇത് രക്ഷയില്ലാത്ത ക്യൂ ആണ് കേട്ടോ. ഓ നല്ല ക്യൂ ഉണ്ട്, നോക്കാൻ കാണാൻ പറ്റുമെന്നുള്ളൂ. ഓ ഇജാതി ക്യൂ ആണ്. കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് സമയം എടുക്കും. കാരണം ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ആൾക്കാർ മാത്രമേ ഒരു സമയത്ത് അകത്തേക്ക് കയറത്തുള്ളൂ. അപ്പോൾ അവർ കണ്ടിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതാണ് ഇത്രയും ക്യൂ വരുന്നത്. സോ വി ആർ എൻറ്ററിങ് ടു ഗൊറില്ല ഹൗസ്. അപ്പോൾ നമുക്ക് 4 മിനിറ്റാണ് പ്രവേശനമുള്ളത് ഇതിനകത്ത്. എന്ത് ഗൊറില്ല എന്ത് ഗൊറില്ല എന്ത് ഇവിടെ അവിടേക്ക് ഒരു ഉറങ്ങുന്നത്. ഇത് പ്രതിമയാണോ? നമ്മുടെ ഗൊറില്ല ചേട്ടനെയും കണ്ട് നമ്മൾ ആഫ്രിക്ക വില്ലേജിനോടൊന്ന് വിട പറയുവാണ്. അടുത്ത് നമ്മുടെ സ്വന്തം ഏഷ്യൻ വില്ലേജിലേക്കായിരിക്കും അല്ലേ? അറിയില്ല, കാരണം എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് വയറ്റിലാക്കിയതിന് ശേഷം അവിടുത്തെ നമ്മുടെ ചേട്ടന്മാരെ ഒന്ന് വിസിറ്റ് ചെയ്യാം. യെസ്. സോ നമ്മളടുത്ത് നമ്മുടെ രണ്ടാമത്തെ വില്ലേജിലോട്ട് കയറിയിരിക്കുകയാണ്, ഏഷ്യൻ വില്ലേജ്. അതെ അതെ അതെ. ഇവിടെ മെയിനായിട്ട് കയറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വിശന്നിട്ട് വയ്യ, ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാം. അത് നമ്മുടെ ഏഷ്യയിൽ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നോക്കി, ബാക്കിയുള്ള എല്ലായിടത്തും പിസയും ഹോട്ട് ഡോഗും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇവിടെ എന്തെങ്കിലും മലയാളി ചോറും ഏഷ്യ ഒന്നും കിട്ടൂല. നമുക്ക് വല്ല എന്തെങ്കിലും പരിചയമുള്ള സാധനങ്ങൾ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. സോ നമ്മളിപ്പോൾ ഏഷ്യൻ വില്ലേജിനകത്താണ്. നമ്മൾ ഇതിനകത്തൊരു ഏഷ്യൻ തിയേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനകത്തിപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെ ബേർഡ്സിൻ്റെ എന്തോ ഷോ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടെ മൊത്തം ഏകദേശം ഒരു 100-100 ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട്. വെയിറ്റിംഗ് ആണ്. 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മണി 2:45. നമുക്ക് നോക്കാം.
ഫസ്റ്റ് ഫ്ലൈയിങ് അനിമൽ. So that means that they're diagnostic to only. അപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യൻ വില്ലേജ് ഇപ്പോൾ കണ്ടിറങ്ങി. അപ്പോൾ ഏഷ്യൻ വില്ലേജിനകത്ത് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ ഷോയാണ്, അതായത് എക്കോ ഫ്രണ്ട്ലി അവയർനെസ് ഷോ, അതാണ് അതിന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഷോയും കൂടെ ഉണ്ട്. അത് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കഴിയും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ തോന്നുന്നു. കാരണം ഇനി നമുക്ക് 2 വില്ലേജ് കൂടെ ബാക്കിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഒന്നും കഴിച്ചിട്ടും ഇല്ല, മുഖമൊക്കെ കണ്ടില്ലേ വാടി വശന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് വില്ലേജിലോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇവിടെ കയറാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വില്ലേജിൽ എത്തിയിട്ട് കാണാം. ബൈ. സോ ഇതാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന വണ്ടി. ഇതിലാണ് നമ്മളിന്ന് പോകുന്നത് നെക്സ്റ്റ് സ്ഥലത്തേക്ക്. Okay, so we are entering to Arabian Desert Safari. നമ്മൾ ഒരു വണ്ടിയിൽ കയറി നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നമ്മുടെ ഏഷ്യൻ വില്ലേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ നമുക്ക് ഈ ഒരു 10 മിനിറ്റ് റൈഡാണ്. ഈ വണ്ടിയിൽ തന്നെ, ഇപ്പോൾ കാണിച്ച വണ്ടിയിൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് അതിനിടയ്ക്കുള്ള കുറച്ച് അനിമൽസ്, ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് മാനും അങ്ങനെ കുറച്ച് അനിമൽസാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ കണ്ട 3 വില്ലേജസിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആഫ്രിക്കൻ വില്ലേജ് തന്നെയാണ്. അവിടെ കുറച്ചും കൂടെ നമുക്ക് കാണാനുണ്ട്. ബാക്കി 2 വില്ലേജും കുഴപ്പമില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടെയാണ് കുറച്ചും കൂടെ കാണാനുള്ളത്. പക്ഷേ ഇതൊന്നും അല്ല, നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ അനിമൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് എക്സ്പ്ലോറർ വില്ലേജ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തരാം. ഇതാണ് മണിക്കുട്ടി, ഓടുന്ന മണിക്കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഈ ട്രെയിനിലാണ് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷനായ എക്സ്പ്ലോർ വില്ലേജിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വില്ലേജിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ബഡീസ്. സോ അപ്പോൾ നമുക്ക് അകത്തേക്ക് നോക്കാം. ഇവിടെ എന്തായാലും കുറച്ചെന്തെങ്കിലും കാണാനുണ്ട്, ഉറപ്പായിട്ടും കാണാം. എക്സ്പ്ലോർ വില്ലേജ്. സോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എക്സ്പ്ലോർ വില്ലേജിലെ ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. ഓ എൻ്റെ മോനെ, എന്ത് വലിപ്പം നോക്കി. ഓ
നമ്മുടെ എക്സ്പ്ലോറർ വില്ലേജ് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഹിപ്പോ ചേട്ടന്റെ വരവ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ അതാണ് അതിൽ ഏറ്റവും നന്നായിട്ടൊരു പൊളിച്ച ഷോട്ട് കിട്ടിയത്. അതെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞു ഇറങ്ങുവാണ്. അവിടെ ആകെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ജിറാഫും അതുപോലെ ഹിപ്പോയും, അത് രണ്ടും മാത്രം തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നത്. പണി നടക്കുന്നുണ്ട് എന്തോ കാരണം കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. പക്ഷേ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ട്രെയിനും പോയി, നമ്മൾ നടക്കുവാണ്. എത്ര ദൂരം നടക്കാണെന്ന് അറിയില്ല. അതെ. ഹായ് ഫ്രണ്ട്സ്, സിംഗത്തിന്റെ മടയിലേക്കുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചല്ലേ? പൊളിച്ചു. സംഭവം നമുക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഒരു ദിവസം മൊത്തം കണ്ടു തീർക്കാനുള്ളതുണ്ട്. നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റാത്തത്. എന്നാലും ഓരോ വില്ലേജിന്റെ മെയിൻ പാർട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ മാക്സിമം രാവിലെ തന്നെ വരാൻ നോക്കുക. രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50 dirhams ആണ്. 50 dirhams നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതുപോലുള്ളൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സലാം. அந்த குரங்கு பொம்மை என்ன விலை? கண்ணாடி சார் அது. நம்ம மூஞ்சி அப்படி இருக்கு.